1995 നവംബർ 13 മുംബൈ നഗരം പതിവ് പോലെ തിരക്കിലായിരുന്നു. ബാന്ദ്രയിലെ തെരുവുകളിൽ നിയോൺ വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നു. സമയം രാത്രി 9:25. തക്യുദ്ദീൻ അബ്ദുൾ വാഹിദ് എന്ന 40-കാരൻ തന്റെ ഓഫീസിലെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന തന്റെ വസതിയിലേക്ക് എത്താൻ അദ്ദേഹം തിടുക്കം കൂട്ടി. വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഭാര്യ സജീനയ്ക്കും മക്കളായ ഷഹനാസിനും സാഹിലിനുമൊപ്പം അത്താഴം കഴിക്കാമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട നീല മെഴ്സിഡസ് ബെൻസ് കാറിൽ ഡ്രൈവർ ബർക്കത്ത് അലിക്കൊപ്പം അദ്ദേഹം യാത്ര തിരിച്ചു. ഓഫീസ് കഴിഞ്ഞ് അധിക ദൂരം പിന്നിട്ടില്ല. പെട്ടെന്നൊരു മാരുതി വാൻ അവരുടെ കാറിന് കുറുകെ വന്ന് വഴി തടഞ്ഞു. വാനിൽ നിന്ന് ചുറ്റികയുമായി 3 അക്രമികൾ ചാടിയിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ചുറ്റിക കൊണ്ട് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു. തുടർന്ന് വെടിയുണ്ടകളുടെ പെരുമഴയായിരുന്നു. റിവേഴ്സ് എടുക്കൂ എന്ന് തക്യുദ്ദീൻ ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞെങ്കിലും ആ ഇടുങ്ങിയ റോഡിൽ കാർ വെട്ടിത്തിരിക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞില്ല. ശരീരമാസകലം വെടിയേറ്റ തക്യുദ്ദീൻ രക്തത്തിൽ കുളിച്ചു. അക്രമികൾ വന്ന വാനിൽ തന്നെ രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യവസായ സംരംഭകരിൽ ഒരാളായ തക്യുദ്ദീൻ വാഹിദ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. കേവലം ഒരു കൊലപാതകമായിരുന്നില്ല അത്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു. വർക്കലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നെത്തി ഇന്ത്യൻ ആകാശത്ത് വിമാനങ്ങൾ പറത്തിയ ഒരു മലയാളിയുടെ സ്വപ്നമാണ് അന്ന് ബാന്ദ്രയിലെ തെരുവിൽ ചിതറിയത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്തുള്ള ഇടവയിലെ ഓടയം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് തക്യുദ്ദീൻ ജനിച്ചത്. 1952 ഡിസംബർ 28-നായിരുന്നു ജനനം. പിതാവ് അബ്ദുൾ വാഹിദ് മുസ്ലിയാർ ഉണക്കമീൻ കച്ചവടക്കാരനായിരുന്നു. മാതാവ് സൽമ ബീവി. 11 മക്കളുള്ള വലിയ കുടുംബമായിരുന്നു അവരുടേത്. വലിയ സാമ്പത്തിക പശ്ചാത്തലമോ ഉന്നത വിദ്യാഭ്യാസമോ തക്യുദ്ദീന് ഉണ്ടായിരുന്നില്ല. 9ാം ക്ലാസ് വരെ മാത്രമാണ് അദ്ദേഹം സ്കൂൾ പഠനം നടത്തിയതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാത്ത പലതും ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ പിതാവിന്റെ കച്ചവടം കണ്ടാണ് അദ്ദേഹം വളർന്നത്. കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ അവിടെ നിന്നാണ് അദ്ദേഹം സ്വായത്തമാക്കിയത്. പക്ഷേ ആ ഗ്രാമത്തിലെ ചെറിയ ലോകം തക്യുദ്ദീന്റെ വലിയ സ്വപ്നങ്ങൾക്ക് മതിയാകുമായിരുന്നില്ല. അങ്ങനെയാണ് 1970കളുടെ തുടക്കത്തിൽ അനേകം മലയാളികളെ പോലെ അദ്ദേഹവും മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് വണ്ടി കയറുന്നത്. മുംബൈയിലെത്തിയ തക്യുദ്ദീൻ സഹോദരൻ നാസുറുദ്ദീനൊപ്പം ബിസിനസ് രംഗത്തേക്ക് കടന്നു. ദാദറിൽ ചെറിയൊരു മുറിയിൽ നിന്നായിരുന്നു അവരുടെ തുടക്കം. അക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണം കൂടി വരുന്ന സമയമായിരുന്നു. അവർക്ക് ആവശ്യമായ വിസയും ടിക്കറ്റും ശരിയാക്കി നൽകുക എന്നതായിരുന്നു തക്യുദ്ദീൻ കണ്ടെത്തിയ ബിസിനസ്. അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. തക്യുദ്ദീന്റെ കഠിനാധ്വാനവും പെരുമാറ്റ രീതിയും അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ജനപ്രിയനാക്കി. വിശ്വസ്തതയായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. ഗൾഫിലേക്ക് പോകാൻ വരുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകി അവരെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്നത് വരെ തക്യുദ്ദീനും സഹോദരങ്ങളും കൂടെ ഉണ്ടാകും. ഈ വിശ്വാസം ബിസിനസ് വളരാൻ സഹായിച്ചു. ട്രാവൽ ഏജൻസിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലേക്കും പിന്നീട് കാർഗോ ബിസിനസ്സിലേക്കും അവർ വളർന്നു. കുറഞ്ഞ കാലം കൊണ്ട് മുംബൈയിലെ അറിയപ്പെടുന്ന ട്രാവൽ ഏജൻസികളിൽ ഒന്നായി ഈസ്റ്റ് വെസ്റ്റ് മാറി. 1990കളുടെ തുടക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെ കാലമായിരുന്നു. നരസിംഹറാവു സർക്കാർ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയ സമയം. ഓപ്പൺ സ്കൈസ് പോളിസി, അതായത് വ്യോമയാന മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാൻ തീരുമാനിച്ചു. അതുവരെ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും മാത്രം ഭരിച്ചിരുന്ന ആകാശത്തേക്ക് സ്വകാര്യ വിമാനങ്ങൾക്കും പറക്കാമെന്ന സ്ഥിതി വന്നു. ഈ അവസരം മുതലെടുക്കാൻ തക്യുദ്ദീൻ തീരുമാനിച്ചു. പലരും സംശയിച്ചു നിന്നെങ്കിലും തക്യുദ്ദീൻ മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം 1992 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് എയർലൈൻസിന് അദ്ദേഹം രൂപം നൽകി. 1992 ഫെബ്രുവരി 28 ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാന ദിനം. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ ബോയിങ് 737-200 വിമാനം മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ആദ്യ സർവീസ് നടത്തി. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഇന്ത്യൻ എയർലൈൻസിന്റെ പൈലറ്റുമാർ സമരത്തിലായിരുന്ന സമയത്താണ് ഈസ്റ്റ് വെസ്റ്റ് രക്ഷകനായി എത്തിയത്. വളരെ പെട്ടെന്നാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ജനങ്ങളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഹൃദയം കീഴടക്കിയത്. മികച്ച ഭക്ഷണം, കൃത്യസമയത്തുള്ള സർവീസ്, യാത്രക്കാരോടുള്ള ജീവനക്കാരുടെ മാന്യമായ പെരുമാറ്റം ഈസ്റ്റ് വെസ്റ്റിനെ പ്രിയങ്കരമാക്കി. മദർ തെരേസയെ പോലുള്ള പ്രമുഖർക്ക് ഈസ്റ്റ് വെസ്റ്റ് വിമാനങ്ങളിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു എന്നത് തക്യുദ്ദീന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവാണ്. തക്യുദ്ദീന്റെ ബിസിനസ് തന്ത്രങ്ങളും വ്യത്യസ്തമായിരുന്നു. സാധാരണ എയർലൈനുകൾ എയർ ഹോസ്റ്റസുമാരായി സ്ത്രീകളെ മാത്രം നിയമിച്ചപ്പോൾ തക്യുദ്ദീൻ യുവാക്കളായ പുരുഷന്മാരെയും ക്യാബിൻ ക്രൂവായി നിയമിച്ചു. കേരളത്തിലെ തന്റെ നാട്ടുകാർക്ക് ജോലി നൽകാനും അദ്ദേഹം മറന്നില്ല.
1994 ആയപ്പോഴേക്കും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയായി മാറി. 10 വിമാനങ്ങൾ, 40-ലധികം ഡെസ്റ്റിനേഷനുകൾ, 4500-ലധികം ജീവനക്കാർ, പ്രതിദിനം 100 കണക്കിന് സർവീസുകൾ, 350 കോടിയിലധികം വിറ്റുവരവ്. തഖിയുദ്ദീൻ വാഹിദ് എന്ന മലയാളി ഇന്ത്യയിലെ വമ്പൻ വ്യവസായികളുടെ പട്ടികയിലേക്ക് ഉയർന്നു. എന്നാൽ ഈ വളർച്ചയ്ക്ക് വലിയൊരു വില നൽകേണ്ടി വന്നു. 1990-കളിലെ മുംബൈ അധോലോകം ബിസിനസ്സുകാരുടെ പേടി സ്വപ്നമായിരുന്നു. ദാവൂദ് ഇബ്രാഹിമും ഛോട്ടാ രാജനും തമ്മിലുള്ള കുടിപ്പക മുംബൈ തെരുവുകളിൽ രക്തം വീഴ്ത്തിയിരുന്ന കാലം. തഖിയുദ്ദീന്റെ പെട്ടെന്നുള്ള വളർച്ച പലരുടെയും കണ്ണിലെ കരടായി മാറി. ബിസിനസ് എതിരാളികളും അധോലോക സംഘങ്ങളും തഖിയുദ്ദീനെ നോട്ടമിട്ടു. തഖിയുദ്ദീന് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് ഛോട്ടാ രാജൻ സംഘം ആരോപിച്ചു. എന്നാൽ ഇത് പോലീസ് അന്വേഷണത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പലതവണ ഭീഷണി സന്ദേശങ്ങൾ വന്നെങ്കിലും തഖിയുദ്ദീൻ അതൊന്നും കാര്യമാക്കിയില്ല. താൻ ബിസിനസ് ചെയ്യാനാണ് വന്നതെന്നും ആരെയും ഭയക്കേണ്ടതില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സഹോദരങ്ങളും ഭാര്യയും മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടില്ല. എന്നെ ആര് കൊല്ലാനാണ് എന്ന ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ രാത്രിയിലെ ആക്രമണം തഖിയുദ്ദീന്റെ ജീവനെടുത്തു. അദ്ദേഹത്തിന്റെ മരണം മുംബൈയെ മാത്രമല്ല കേരളത്തെയും ഞെട്ടിച്ചു. കൊലപാതകത്തിന് പിന്നിൽ ഛോട്ടാ രാജന്റെ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തി. രോഹിത് വർമ്മ എന്ന വാടക കൊലയാളിയും ജോസഫ് ജോൺ ഡിസൂസ എന്നയാളുമാണ് കൃത്യം നടത്തിയത്. ദാവൂദ് ഇബ്രാഹിമിനോടുള്ള പക തീർക്കാൻ ദാവൂദിന്റെ ബിസിനസ് പങ്കാളിയാണെന്ന് വിശ്വസിച്ച് തഖിയുദ്ദീനെ വകവരുത്തുകയായിരുന്നു എന്നാണ് ഛോട്ടാ രാജൻ പിന്നീട് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. 1993-ലെ മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് തഖിയുദ്ദീൻ ആണെന്ന തെറ്റായ ധാരണയും ഈ കൊലപാതകത്തിന് കാരണമായി പറയപ്പെടുന്നു. എന്നാൽ തഖിയുദ്ദീന്റെ കുടുംബം ഇത് പൂർണ്ണമായി വിശ്വസിച്ചില്ല. തഖിയുദ്ദീന്റെ വളർച്ചയിൽ അസൂയയുള്ള ബിസിനസ് എതിരാളികൾ അധോലോകത്തെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണെന്ന് സഹോദരൻ ഫൈസൽ വാഹിദ് വിശ്വസിച്ചു. ഇതിനായി അദ്ദേഹം പല ഉന്നതരെയും കണ്ടെങ്കിലും നീതി ലഭിച്ചില്ല. കൊലപാതകം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികൾ പോലും ഭയം കാരണം കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായില്ല. തഖിയുദ്ദീന്റെ മരണം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ നട്ടെല്ലൊടിച്ചു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും നേതൃപാഠവുമായിരുന്നു ആ കമ്പനിയെ നയിച്ചിരുന്നത്. അദ്ദേഹം മരിച്ചതോടെ കമ്പനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വിമാനങ്ങൾ പാട്ടത്തിന് നൽകിയ വിദേശ കമ്പനികൾ പണം ലഭിക്കില്ലെന്ന ഭയത്താൽ വിമാനങ്ങൾ തിരികെ ചോദിച്ചു തുടങ്ങി. തഖിയുദ്ദീൻ മരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. പൈലറ്റുമാരും ജീവനക്കാരും കൊഴിഞ്ഞുപോയി. 1996 മെയ് മാസത്തോടെ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കി. ഒടുവിൽ 1996 ഓഗസ്റ്റ് 8-ന് തഖിയുദ്ദീൻ മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്നേക്കുമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. ആകാശം കീഴടക്കാൻ പറന്നുയർന്ന ആ വിമാനങ്ങൾ എന്നേക്കുമായി നിലത്തിറങ്ങി. തഖിയുദ്ദീൻ വാഹിദ് വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സ്വപ്നജീവിയായിരുന്നു. സാധാരണക്കാരന് വിമാനയാത്ര സാധ്യമാക്കിയ ഇന്ത്യയുടെ ആകാശം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്ത വഴികാട്ടിയായിരുന്നു അദ്ദേഹം. ഇന്ന് നാം കാണുന്ന ഇൻഡിഗോയും സ്പൈസ് ജെറ്റും പോലുള്ള എയർലൈനുകൾക്ക് വഴി തെളിച്ചത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആയിരുന്നു. 350 കോടി രൂപയുടെ ആസ്തിയും ആയിരക്കണക്കിന് ജീവനക്കാരും ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യം ഒരാളുടെ മരണത്തോടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു എന്നത് ബിസിനസ് ലോകത്തിന് ഒരു വലിയ പാഠമാണ്. കൃത്യമായ പിന്തുടർച്ചക്കാരെ നിശ്ചയിക്കാതിരുന്നതും രാഷ്ട്രീയ അധോലോക സമവാക്യങ്ങൾ തിരിച്ചറിയുന്നതിൽ വന്ന വീഴ്ചയും ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇന്നും വർക്കലയിലെ പഴയ തലമുറ തഖിയുദ്ദീനെ ഓർക്കുന്നത് സ്നേഹത്തോടെയാണ്. ഗൾഫിലേക്ക് പോകാൻ കഷ്ടപ്പെട്ടിരുന്ന നിരവധി ചെറുപ്പക്കാർക്ക് അദ്ദേഹം കൈത്താങ്ങായി. മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ബാംഗ്ലൂരിലേക്ക് താമസം മാറി. തഖിയുദ്ദീൻ വാഹിദ് എന്ന പേര് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒന്നാണ്. എന്നാൽ അത് രക്തം പുരണ്ട ഒരു അധ്യായം കൂടിയാണ്. ഒരു പക്ഷേ തഖിയുദ്ദീൻ അന്ന് കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്ന് ഒരു മലയാളിയുടേതാകുമായിരുന്നു. വിധി ബാക്കിയാക്കിയത് എങ്കിലെന്ത് സംഭവിക്കുമായിരുന്നു എന്ന വലിയ ചോദ്യം മാത്രം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.